വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആണ്. രണ്ട് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ല. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ കുറച്ച് ബിസി ആയിരുന്നു. അപ്പം നമ്മളിന്നൊരു പുതിയൊരു വീഡിയോ വേണം, ഒരു അൺബോക്സിംഗ് വീഡിയോ വേണം വന്നിരിക്കുന്നത്. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സർപ്രൈസ് ഒരു ഐറ്റം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഈ സാധനം നമുക്ക് നമ്മുടെ വീഡിയോയൊക്കെ സ്റ്റെബിലൈസേഷന് അടിപൊളിയായിട്ട് നല്ല റെക്കോർഡിംഗ് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അതിനുവേണ്ടി ഞാൻ 12,700 കൊടുത്ത് ഫ്ലിപ്കാർട്ട് നോട്ടിന്റെ ഓട്ടോമാറ്റിക് ഗിംബിളാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഞാൻ എത്തുന്നത്. കൈ കളിക്കണം, നല്ല സാധനം അൺബോക്സ് ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്യാമറാമാൻ എത്തിയിട്ടുണ്ട്. ക്യാമറാമാനിലേക്ക് ഞാൻ ക്യാമറ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അപ്പൊ ഇനി ക്യാമറാമാൻ്റെ ക്യാമറ ഓക്കെ ഗിംബിളാണ് ഇത്. ഇതിന്റെ ഫംഗ്ഷൻ 3 ആക്സിസ് സ്റ്റെബിലൈസേഷൻ ഒരു ആക്റ്റീവ് ട്രാക്ക് 1.50. അതായത് നമ്മുടെ ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് മൂവ് ചെയ്യും. ക്യാമറ ഇല്ല, ഈ ഗിംബിൾ ഓട്ടോമാറ്റിക് ആയിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, ഡൗൺ സൈഡ്, അപ്പ് സൈഡ് എല്ലാം അതാണ് ആക്റ്റീവ് ട്രാക്ക് 5.0. പിന്നെ ഈസി ട്യൂട്ടോറിയലാണ്. പിന്നെ അങ്ങനെ എക്സ്റ്റൻഡ് റോഡ് അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇതുമായിട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇതിന്റെ വില 12,700 ആണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ആണെങ്കിൽ 12,700, മന്ത്ലി 860 രൂപ EMI ആയിട്ട് നമുക്ക് സാധനം എടുക്കാൻ പറ്റും. ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് എടുത്ത സാധനമാണ്. അപ്പം ആൻഡ് സ്റ്റെബിലൈസേഷൻ കൂട്ടാൻ വേണ്ടി നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഷേക്കും അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മൾ ഈ സാധനം മേടിച്ചിരിക്കുന്നത് ഗൈസ്. അപ്പം നമുക്ക് ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അത് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇതൊന്നും മേടിക്കണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹം. ഞാൻ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരുന്നു, മേടിക്കണോ അല്ലെങ്കിൽ ഇതിന്റെ കുറഞ്ഞ ഐറ്റം മേടിക്കണോ. അപ്പോൾ നമുക്ക് ഫൈനലി റിവ്യൂ എല്ലാം നോക്കി ഒരുപാട് നല്ല റിവ്യൂസ് ഞാൻ കണ്ടു. അങ്ങനെയാണ് 6ന്റെ ബ്രാൻഡായ ഓട്ടോമാറ്റിക് ഗിംബിൾ മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ അൺബോക്സിംഗ് കാണാം. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, ഗൈഡ് എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളുണ്ട്. ഡൗൺലോഡ് ചെയ്യണം. QR കോഡ് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് സാധനം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെയാണ് ഇപ്പോൾ ഒരു ഇതിൻ്റെ സെൽഫി സ്റ്റിക്ക് പോലത്തെ ഒരു സാധനത്തിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഹാൻഡ് കയ്യിൽ പിടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. നോക്കൂ കുട്ടി, അപ്പോൾ നമുക്ക് ഇത് സ്റ്റാൻഡാണ്, നമുക്ക് സ്റ്റാൻഡ് എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഗിംബിൾ എടുക്കാം ഗൈസ്. വാവ്, ഇതാണ് ഗിംബിൾ. ഇതെങ്ങനെ ഓപ്പൺ ആക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. എവിടെയോ പിടിച്ചിങ്ങനെയൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആവാൻ തോന്നുന്നു. പക്ഷെ ഇത് ചാർജൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. നോക്കാം, ഓണായി. അപ്പോൾ നമുക്കിത് ഫോൾഡ് ചെയ്തിട്ട് ഇന്നലെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റില്ലെന്ന് ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഇനി ക്യാമറ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ക്യാമറ കണക്ട് ആയി കഴിഞ്ഞാൽ ഏത് ഫോണാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന ഫോണിലാണ് ഇത് കണക്ട് ആക്കിയിരിക്കുന്നത്. അപ്പം അത് വെച്ചാൽ മാത്രമേ ഉള്ളൂ, അതിലാണ് അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അത് വെച്ചാൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും, വേറെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ട് കാണിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഗിംബിൾ. ഇത് എക്സ്റ്റൻഷൻ റോഡുണ്ട്. റോഡ് നമുക്ക് ഇത്രയും റോഡുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ ടിൽറ്റ് ചെയ്യാം സാധനം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു സ്റ്റാൻഡ് ഉണ്ട് ഗൈസ്. ഇതൊരു സ്റ്റാൻഡാണ്. നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്തിട്ട് ഇത് കണക്ട് ചെയ്യാനുള്ള സാധനമാണ്. കണക്ട് ചെയ്തിട്ട് ഗൈസ്, പിന്നെ ഈ ക്ലാമ്പിലാണ് നമ്മൾ ക്യാമറ വെക്കാനുള്ളത്. ക്യാമറ ഹോൾഡ് ചെയ്തിട്ട് ഇതിലാണ് വെക്കുന്നുണ്ട്. അത് മാഗ്നറ്റിക് ആണ് ഈ സാധനം. ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫോണൊന്നും പോകുന്നില്ല. ബാക്കിയുള്ള ഫംഗ്ഷൻസ് മൊത്തം ഇതിനകത്താണ് നടക്കുന്നത്. അപ്പോൾ ഇത് അതായി. പിന്നെ ഇത് നമുക്ക് ഈ സാധനം ഫോണിന്റെ സൈസിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി, ഇവിടെ ഉള്ളിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പിന്നെ ഇതിനകത്ത് QR കോഡ് കിട്ടുന്നുണ്ട്. ഈ QR കോഡ് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഇത് വർക്ക് ആവുള്ളൂ. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, പിന്നെ വന്നേക്കുന്നത് ഒരു ഫ്രീ പൗച്ച് ഉണ്ട്. DJI Osmoയുടെ ഒരു പൗച്ച് ക്യാരി ചെയ്യാൻ വേണ്ടി. പിന്നെ ചാർജിങ് കേബിൾ ഉണ്ട്. പിന്നെ വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ മെനു കാറ്റലോഗ്സ് ഒക്കെയാണ്. ചൈനീസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്. പിന്നെ അതിനാണ് നല്ല ഇത്തിരി ഇത് നോർമൽ സാധാരണ ക്യാമറയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓൺലി സ്മാർട്ട് ഫോൺസിന് ഉള്ള ഗിംബിളാണ്. സ്മാർട്ട് ഫോൺ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോർമൽ നമ്മുടെ DSLR ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറ്റില്ല. അതിന് വേറെ തന്നെ ഗിംബിളാണ്. ഇത് ഓൺലി സ്മാർട്ട് ഫോണിന് യൂസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ഗൈസ്. അപ്പം ഇതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ പറയാം. അൺബോക്സിംഗ് വീഡിയോ അവസാനിച്ചിരിക്കുന്നു. ബൈ, ഗുഡ് നൈറ്റ്.